പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് വിദ്യാരണ്യ സ്വാമികളെ കുറിച്ചാണ്. സായണാചാര്യന്റെ മൂത്ത സഹോദരനായിരുന്ന മാധവാചാര്യൻ 1302 ജനിച്ചു. അച്ഛനായ മായണന്റെ അടുക്കൽ നിന്ന് തന്നെ വേദാധ്യായം, രാജനീതിശാസ്ത്രം എന്നിവ പഠിച്ചു. അമ്മയായ ശ്രീമതിയിൽ നിന്നും ധർമ്മത്തോടുള്ള പൂർണ്ണ പ്രതിബദ്ധത മാധവൻ ഉൾക്കൊണ്ടു. തൻ്റെ അനുജന്മാരായിരുന്ന സായണനിലും ഭോഗനാഥനിലും ഇതേ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ മാധവന്റെ ജീവിതം പ്രേരകമായി. മധുര നഗരം തകർത്ത മാലിക് കാഫർ 1310, വിരബെല്ലാളയും 1311 ദ്വാര സമുദ്രവും തകർത്ത് വൻ കൂട്ടക്കൊലകളും മതപരിവർത്തനവും കൊള്ളയും നടത്തി. 1344 ഡൽഹി സുൽത്താൻ വടക്കൻ കർണാടകയിലെ ഹിന്ദു രാജ്യങ്ങളെ നശിപ്പിച്ചു. ഭാമിനി സുൽത്താൻമാർ, മറ്റു മുസ്ലിം ഭരണാധികാരികൾ, നാടുവാഴികൾ, വ്യാപാരികൾ മുതലായവരെയെല്ലാം കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്തു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് കണ്ടിട്ടാണ് മാധവാചാര്യൻ വളർന്നത്. ക്ഷേത്രകൊള്ള, അടിമ വ്യാപാരം, സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കൽ, ഗോഹത്യ എന്നിവ നടമാടി. വേദാധ്യായം അസാധ്യമായി. തീർത്ഥാടനവും മേളകളുമെല്ലാം നിലച്ചുപോയി. ഹിന്ദു സമൂഹം, സംസ്കാരം, ധർമ്മം എന്നിവ സമ്പൂർണ്ണ നാശത്തിന്റെ വക്കിലെത്തിയതായി കണ്ട് മാധവാചാര്യൻ ഇതിനൊരു ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കണം എന്ന് നിഗമനത്തിലെത്തി. ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് സംഗം രാജാവിൻ്റെ മക്കളും ഹോയ്സാലിദേവന്റെ സംരക്ഷണയിലുള്ളവരും തൻ്റെ പിതാവിൻ്റെ ശിഷ്യന്മാരുമായ ഹരിഹരനെയും ബുക്കനെയുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചിരുന്ന ഇവരെ ശുദ്ധി ചെയ്ത് എന്നും ചരിത്രത്തിൽ പറയുന്നു. സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പണിയാൻ സ്ഥലം തിരഞ്ഞെടുത്തതിനെ പറ്റിയും ഒരു കഥയുണ്ട്. ഒരിക്കൽ മാധവാചാര്യൻ ഒരു മലയുടെ മുകളിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ഒരു ബഹളം കേട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച, 2 വേട്ടനായ്ക്കൾ ഒരു മുയലിനെ ഓടിക്കുന്നത് കണ്ടു. പ്രാണരക്ഷാർത്ഥം ഓടിയ മുയൽ ഒരിടത്തെത്തിയപ്പോൾ അതിന് ഭാവപ്പകർച്ചയുണ്ടായി തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. മുയലിന്റെ ഭാവപ്പകർച്ച കണ്ട് വിരണ്ട വേട്ടനായ്ക്കൾ തിരിച്ചോടി. ഭീരുത്വമുള്ളവരായ ഹിന്ദുക്കൾക്ക് തിരിഞ്ഞു നിന്ന് പോരാടാൻ തലസ്ഥാനമാക്കേണ്ടത് ഈ സ്ഥലമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ വിജയനഗര സാമ്രാജ്യത്തിന് 1336 തറക്കല്ലിട്ടു. 1947 വരെ ഈ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചക്കാർ ഭരണത്തിലുണ്ടായിരുന്നു. വിജയനഗര രാജാക്കന്മാർ ഇസ്ലാമിക ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചു. ഒരു സമയത്ത് നർമ്മദയ്ക്ക് വടക്ക് ബംഗാൾ വരെയും സമുദ്രം കടന്ന് മലേഷ്യ വരെയും അവർ അധീനതയിലാക്കി. ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശമെന്നാണ് അന്നത്തെ യൂറോപ്യൻ, ഇസ്ലാമിക, ചൈനീസ് സഞ്ചാരികൾ, വ്യാപാരികളും എഴുതിയിട്ടുള്ളത്. മതം മാറ്റിയ ഹിന്ദുക്കളെ ശുദ്ധി ചെയ്ത് തിരിച്ചെടുത്തു. ഇസ്ലാമിന് അതിൻ്റെ ഭാഷയിൽ തന്നെ തിരിച്ചടി കൊടുത്ത സാമ്രാജ്യം വിജയനഗരം മാത്രമേയുള്ളൂ. മറാഠകൾ പോലും മതം മാറിയ ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് വീര സവർക്കർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചുകാലം പ്രധാനമന്ത്രി പദം വഹിച്ച ശേഷം അനുജനായ സായണാചാര്യനെ ഉത്തരവാദിത്വമേൽപ്പിച്ച മാധവാചാര്യൻ സന്യാസം സ്വീകരിച്ചു. വിദ്യാരണ്യ സ്വാമികൾ എന്നായിരുന്നു സന്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ നാമം. പഞ്ചദശി എന്ന ഉത്തമ വേദാന്ത പുസ്തകം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അതുകൂടാതെ പരാശര മാധവീയം, ജീവമുക്തി വിവേകം, ജൈമിനീയ ന്യായമാല എന്നീ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സായണാചാര്യൻ അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് വേദാന്ത ഭാഷ്യം എഴുതിയത്. 1377 ശൃംഗേരി ശങ്കരാചാര്യ മഠത്തിൻ്റെ അധിപനായി സ്വാമിജി ചുമതലയേറ്റു. 1387 അദ്ദേഹം മഹാസമാധിയായി. രാഷ്ട്രത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച സായണ മാധവ സഹോദരന്മാരെ നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.